അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം പ്രസംഗത്തോടുകൂടി കേരളത്തിലെ ജനമനസ്സുകളിൽ നരേന്ദ്രമോദിയുടെ ഗ്രാഫ് വളരെ കുത്തനിടിഞ്ഞു. ഇത് BJPക്ക് നഷ്ടമുണ്ടാക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരം പ്രസംഗവും ഇന്ത്യയെ സ്നേഹിച്ചുകൊണ്ട് 48 വർഷമായി ഇന്ത്യയിൽ ജീവിക്കുന്ന സോണിയാഗാന്ധിയെക്കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരിക്കലും അദ്ദേഹത്തിനുണ്ടാകാൻ പാടില്ല തരത്തിലുള്ള പരാമർശമാണ് ഉണ്ടായത്. നിലവാരമില്ലാത്ത പ്രസംഗങ്ങളുണ്ട്. ഓരോരുത്തരുടെ സ്ഥാനമുണ്ട്. പ്രധാനമന്ത്രിയുടെ ആ പ്രസംഗത്തോട് ഒരിക്കലും യോജിക്കില്ല. അതിൻ്റെ തിരിച്ചടി ഈ ഇലക്ഷനിലുണ്ടാകും. ഞാൻ ധരിച്ചത് അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ വരുമ്പോൾ തെറ്റ് മനസ്സിലാക്കി കുറഞ്ഞ പക്ഷം ഒരു ഖേദപ്രകടനമെങ്കിലും നടത്തുന്നതായിരുന്നു. കേരളത്തിൽ സൊമാലിയോടാണ് അദ്ദേഹം ഉപമിച്ചത്. അതിനെതിരായി കേരളത്തിനകത്തും പുറത്തുമുള്ള ലോകമാസകലം ജീവിക്കുന്ന കേരളീയർ ഒന്നടങ്കം പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ തിരുപ്പൂണിത്തുറ വന്ന അദ്ദേഹം അതേക്കുറിച്ച് ഒരു വാക്ക് ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായില്ല. കേരളീയരെ അവമാനിച്ചതിന് ഇപ്പോഴും ഖേദം പ്രകടിപ്പിക്കാത്ത പ്രധാനമന്ത്രിയുടെ നിലപാടിനെതിരായി ലോകമാസകലം ജീവിക്കുന്ന മലയാളികൾ, കേരളീയർ പ്രതിഷേധ കൊടുങ്കാറ്റ് അഴിച്ചുവിടണം, പ്രതിഷേധിക്കണമെന്ന് എൻ്റെ അഭിപ്രായം.